കേരള അഗ്നിശമന രക്ഷാസേനയും ജില്ലാ ദുരന്തനിവാരണ അതോറിറ്റിയും സംയുക്തമായി അരുവിത്തുറ സെന്റ് ജോർജ് കോളേജിലെ NSS യൂണിറ്റിന്റെ സഹകരണത്തോടെ ജീവൻ രക്ഷാ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. മീനച്ചിൽ തഹസിൽദാർ സജിമോൻ മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സിബി ജോസഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിലു ആനി ജോൺ, NSS പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ ഡെന്നി തോമസ്, ഡോക്ടർ അഞ്ജു തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞിരപ്പള്ളി ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർമാരായ സാബു എ, ജിജു KV, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ നൌഫൽ PA, കോട്ടയം ഹസാഡിലെ അനലിസ്റ്റ് സുസ്മി സണ്ണി, കോട്ടയം LSGDM പ്ലാൻ കോർഡിനേറ്റർ ശ്രീനന്ദിനി രാമചന്ദ്രൻ തുടങ്ങിയവർ പരിശീലന പരിപാടികൾക്ക് നേതൃത്വം നൽകി. അഗ്നിബാധ, ഗ്യാസ് സിലിണ്ടർ ലീക്ക് മൂലമുണ്ടാകുന്ന അപകടങ്ങൾ, ഭൂകമ്പം, മണ്ണിടിച്ചിൽ, വാഹനാപകടങ്ങൾ, ഭക്ഷണം തൊണ്ടയിൽ കുരുങ്ങിയുണ്ടാകുന്ന അപകടങ്ങൾ തുടങ്ങി നിത്യജീവിതവുമായി ബന്ധപ്പെട്ട വിവിധ അപകട സാഹചര്യങ്ങൾ തരണം ചെയ്യുന്നതിനുള്ള പ്രായോഗികമായ പരിശീലനമാണ് വിദ്യാർത്ഥികൾക്ക് പരിശീലന പരിപാടിയിൽ നൽകിയത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് ലുക്ക് ലിസൺ ഫീൽ ആണ്. അതായത് ഇദ്ദേഹത്തിന്റെ മധ്യത്തിലായിട്ട് തല ഇങ്ങനെ ചരിച്ചുകൊണ്ട് നോട്ടം ചെസ്റ്റിലോട്ട്, അതായത് അബ്ഡോമിനൽ ഭാഗത്തോട്ട് നോക്കണം. ഇവിടെ ലുക്ക് എന്ന് പറയുമ്പോൾ 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 29, 30. അപ്പോൾ 30 രണ്ട് റെസ്ക്യൂ ബ്രീത്ത് കൊടുക്കണം. അപ്പോൾ മൗത്ത് ചില ആളുകളൊക്കെ കവർ ചെയ്തതിന് ശേഷം മൂക്ക് കൊത്തി പിടിച്ചിട്ട് എന്ത് ചെയ്യാം, നെഞ്ചു വീഴുന്നത് വരെ ശക്തമായിട്ട് രണ്ട് റെസ്ക്യൂ ബ്രീത്ത് കൊടുക്കുക. ഈ അടിയൊക്കെ ചെയ്യണം. ഇയാളുടെ പേര് നമുക്ക് അറിയാമെങ്കിൽ പേര് വിളിച്ചിട്ട് ശക്തിയായിട്ട് ടാക്സ് വേണം. അതിനകത്തൊരു വീട് അല്ലെങ്കിൽ ഒരു വണ്ടി വിളിക്കുന്ന പെട്ടെന്ന് ഇത് കൊടുക്കുന്നതായിരിക്കും പോകുന്നത്. എടുത്തുകൊണ്ട് പോകുമ്പോൾ നമ്മൾ നോക്കണം, ഇതിന്റെ റീഡിങ് പച്ചയിലാണെങ്കിൽ ഇത് വർക്ക് ചെയ്യുള്ളൂ, ചുവപ്പിലാണ് വർക്ക് ചെയ്യാൻ. നമ്മുടെ സാധാരണ നമ്മുടെ ബൈക്കിലൊക്കെ പെട്രോൾ ഇല്ലാതെ ഇപ്പം എടുക്കുന്നതൊക്കെ അതുപോലെ കിടക്കും. അപ്പൊ അതുകൊണ്ട് പോയിട്ട് കാര്യമില്ല. നമ്മൾ ഫുൾ ടാങ്ക് അല്ലെങ്കിൽ നമ്മുടെ പകുതിയൊക്കെ അടിച്ചിരിക്കുന്ന പോലെ പച്ചയിലാണെങ്കിൽ നമ്മൾ ഇത് വർക്ക് ചെയ്യണം. പറഞ്ഞത് പിന്നെ വലിച്ചൂരിയും ചെയ്തു ഞെക്കി പിടിച്ചുകൊണ്ടിരുന്ന കാര്യമുണ്ടോ? ഇവിടെ തീ കൊടുക്കും. അപ്പൊ സ്വീപ് ചെയ്യാം. നമ്മൾ എവിടെയൊക്കെ തീരുണ്ടോ അങ്ങോട്ടൊക്കെ ഇങ്ങനെ സ്വീപ് ചെയ്യാം. ഇരിക്കുന്നു, തോളിലോട്ട് കഴിഞ്ഞിട്ട് നല്ലൊരു തോളെ കഴിഞ്ഞ് അതിനാണ് സപ്പോർട്ട്. ഓക്കെ, എന്നിട്ട് പതുക്കെ നിങ്ങൾ കഴിഞ്ഞു. ഓക്കെ, ഇതാണ് 3. ഓക്കെ, ഒന്ന് നടന്നു നോക്കി. ഒരു കൈ കൊടുത്തതല്ല, എടുക്കുന്നു, കാല് കയറ്റി നോക്കുന്നു, നല്ലൊരു കുനിയുന്നു, അച്ഛനും കുഞ്ഞ എന്നിട്ട് ഈ കൈ ആ കൈ ഒറ്റ കൈ മതി കേട്ടോ. ഒന്ന് നടന്നു നോക്കി. മറ്റേക്കാളുള്ള ഇരട്ടി നടന്ന പരിപാടി. ഓക്കെ, എങ്ങനെ കയറി കുഴപ്പമുണ്ടോ? വളരെ സിമ്പിൾ. ഞാൻ പറഞ്ഞത് നിങ്ങളെ പോലെയുള്ള